നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈ പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മെഗാ ശുചീകരണം നടത്തി. ശുചീകരണം നടന്നത് വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിന്റെ ഭാഗമായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിന്റെ 9 RTT രൂപീകരിക്കാൻ തീരുമാനം. പാലപ്പിള്ളിയിലും RTT രൂപീകരിക്കും. SFI കൊടകര ഏരിയ സമ്മേളനം വെണ്ടൂരിൽ നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം V. വിചിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളും വിവിധ പഞ്ചായത്തുകളും സംഘം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈ പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി ഈ പ്രദേശത്ത് അലഞ്ഞുതിരിയുകയാണ് കാട്ടുപോത്ത്. കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. കാട്ടുപോത്ത് പറമ്പുകളിലും തോട്ടങ്ങളിലും മേഞ്ഞു നടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മുറിവേറ്റ നിലയിലാണ് കാട്ടുപോത്തെന്ന് സംശയമുണ്ടെന്നും ജനങ്ങളുടെ ഭീതി മാറ്റാൻ വനം വകുപ്പ് ഇടപെടണമെന്നും വാർഡംഗം MJ റിജോ ആവശ്യപ്പെട്ടു. ഉൾക്കാട്ടിലേക്ക് കാട്ടുപോത്തിനെ മാറ്റണമെന്ന ആവശ്യത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിന്റെ ഭാഗമായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മെഗാ ശുചീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K. അജിത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV ഷാജു, സജിൻ മേലേടത്ത്, ബ്രഹ്മനു, മറ്റു ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസർമാർ, ജീവനക്കാർ, ആശ, അങ്കണവാടി, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ, ബഹുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മണലി മുതൽ തലോർ ബൈപ്പാസ് വരെ 1.5 കിലോമീറ്റർ റോഡ് ശുചീകരിച്ചു. അവിടെ നിന്നും കിട്ടിയ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കൈമാറും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിന്റെ 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡ്രൈവർ, പാർട്ട് ടൈം സ്വീപ്പർ എന്നിവയുടെ 9 തസ്തികകൾ വീതം സൃഷ്ടിക്കുന്നതിനും അനുമതി നൽകി. ചാലക്കുടി ഡിവിഷനിൽ പാലപ്പിള്ളി, നെന്മാറ ഡിവിഷനിൽ കൊല്ലങ്കോട്, നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുവാരക്കുണ്ട്, നോർത്ത് വയനാട് ഡിവിഷനിൽ മാനന്തവാടി, തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട്, പുനലൂർ ഡിവിഷനിൽ തെന്മല, കോട്ടയം ഡിവിഷനിൽ വണ്ടൻപതാൽ, മാങ്കുളം ഡിവിഷനിൽ കടലാർ, കോതമംഗലം ഡിവിഷനിൽ കോതമംഗലം എന്നിവിടങ്ങളിലുമാണ് പുതുതായി രൂപീകരിക്കുന്ന RRTകൾ. SFI കൊടകര ഏരിയ സമ്മേളനം വെണ്ടൂരിൽ നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം V. വിചിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SFI കൊടകര ഏരിയ പ്രസിഡന്റ് ആബിദ് C. മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. CPM അളഗപ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സോജൻ ജോസഫ്, SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു ദേവ്, കൊടകര ഏരിയ സെക്രട്ടറി KR രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ഈ ഏരിയക്കകത്തുള്ള ഏറ്റവും ഉയർന്ന ഘടകത്തിന്റെ ഒരു സമ്മേളനത്തിനകത്താണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൊടകര ഏരിയക്കകത്തുള്ള വിവിധ ലോക്കൽ യൂണിറ്റുകൾക്കകത്ത് നിന്നും വന്നിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കളാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ആദ്യം തന്നെ അധ്യക്ഷൻ ഒരു അജണ്ട അവതരിപ്പിച്ചു. ആ അജണ്ടയ്ക്കകത്ത് ഇവിടെ SFIയുടെ സമ്മേളനം നടത്തുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപപ്പെട്ട് നമുക്കറിയാം ASF എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ASF എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ASF 1936 ഓഗസ്റ്റ് മാസത്തിൽ രൂപീകൃതമായതിനു ശേഷം പിന്നീട് ഇന്ത്യയുടെ വിദ്യാർത്ഥി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗം വെള്ളിയാഴ്ച കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കോടാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജോയ് മൂത്തേടൻ സമാദരണവും സെബാസ്റ്റ്യൻ മഞ്ഞളി അവാർഡ് ദാനവും നടത്തും. അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയവരെയും ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ CP ഉണ്ണികൃഷ്ണൻ, സിദ്ദിഖ് ദർശന എന്നിവർ പങ്കെടുത്തു. സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 232 യൂണിറ്റുകളാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതിൽ പുതുക്കാട് മണ്ഡലത്തിലെ 11ാമത്തെ യൂണിറ്റാണ് കോടാലി. ഇനി 3 യൂണിറ്റും കൂടിയാണ് പൊതുയോഗങ്ങൾ നടക്കാനുള്ളൂ. അപ്പോൾ വളരെ ജനാധിപത്യമായ രീതിയിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷനായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, K ബൃന്ദകുമാരി, ശ്രീജിത്ത് ഭട്ടത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, നിത അർജുനൻ, സാഹിത്യകാരൻ KV മണികണ്ഠൻ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, സോമൻ മുത്രത്തിക്കര, സ്മിത വിനോദ്, പ്രിൻസിപ്പാൾ B സജീവ്, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, B ബിജു എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാത നടത്തറയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം ഉണ്ടായത്. ഒല്ലൂർ ഭാഗത്തു നിന്നും വന്ന ആംബുലൻസ് നടത്തറ സെന്ററിൽ നിന്നും പൂച്ചട്ടി ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ഇതിനിടെ മണ്ണൂത്തി ഭാഗത്തു നിന്നും കുട്ടനെല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ആംബുലൻസിൽ ഇടിച്ചു. കാർ ഇടിച്ചതോടെ നിയന്ത്രണം തെറ്റിയ ആംബുലൻസ് റോഡിൽ മറഞ്ഞു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് നടത്തറ സെന്ററിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രോഗ്രാം റിസോഴ്സ് സെന്റർ സന്ദർശിക്കുവാനും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ് ആന്ധ്രാപ്രദേശ് പഞ്ചായത്ത് രാജ് കമ്മീഷണറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയത്. സ്റ്റേറ്റ് RGSA പ്രോഗ്രാം മാനേജർ വിനോദ് കുമാർ നുലു, സ്റ്റേറ്റ് RGSA പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീനാഥ് നൈനി, കൃഷ്ണ, ജില്ലാ പ്രോഗ്രാം മാനേജർ K ഹരിബാബു എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് പുറമെ ഘടക സ്ഥാപനങ്ങളും സന്ദർശിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഷീ വർക്ക് സ്പേസ് ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് സംഘത്തിന് വിശദീകരിച്ചു നൽകി. കൂടാതെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളും സംഘം സന്ദർശിച്ചു. അതിരപ്പള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ റൂബിൻ ലാലിനു നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കൊടകര പ്രസ് ക്ലബ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനു നേരെയുള്ള വെല്ലുവിളിയാണ് സംഭവമെന്ന് യോഗം വിലയിരുത്തി. പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, PK നൌഷാദ്, ഡിനോ കൈനാടത്ത്, K പ്രസാദ്, ലോനപ്പൻ കടമ്പോട്, KV സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ മാസം 31-ന് റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിക്കുന്ന എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറിക്ക് മറ്റത്തൂർ .in സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ഒമ്പതുങ്ങലിൽ നടന്ന ചടങ്ങിൽ സമാദരണം, മംഗളപത്ര സമർപ്പണം, അനുമോദനം, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. KK രാമചന്ദ്രൻ MLA, മുൻമന്ത്രി C രവീന്ദ്രനാഥ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡു കൈതാരത്ത്, അംഗം സുമേഷ് മൂത്തമ്പാടൻ,
വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ, റിട്ടയർഡ് തഹസിൽദാർ അഖിലേശ്വരൻ, ഡെപ്യൂട്ടി കളക്ടർ EN രാജു എന്നിവർ സന്നിഹിതരായി. സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ രാജകുമാരി, അഭിഷേക് പള്ളത്തേരി എന്നിവരെയും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ സ്ത്രീ പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയാണ് ബസ്സിൽ പ്രസവിച്ചത്. അമ്മയെയും കുഞ്ഞിനെയും അമല ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തുമ്പോഴാണ് ഗർഭിണിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും പ്രസവം നടന്നു. മലപ്പുറം തിരുനാവായ സ്വദേശിയായ യുവതി പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. കൊടകര സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 17ാമത് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗം നടത്തി. പ്രസിഡന്റ് PA നാരായണൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുന്നപ്പള്ളി, TA വേലായുധൻ, നന്ദനൻ കണ്ണാട്ടുപറമ്പിൽ, തിലകൻ കുന്നുമേൽ, അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആലത്തൂർ കുടുംബശ്രീ അംഗം നടത്തിയ സാമ്പത്തിക ക്രമക്കേടിൽ പഞ്ചായത്തോ പോലീസോ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:30 പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടക്കുന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. തുടർച്ചയായ 3ാം ദിവസമാണ് സ്വർണ്ണവില ഉയർന്നത്. 1 പവൻ സ്വർണത്തിന് ബുധനാഴ്ച 200 രൂപയാണ് വർദ്ധിച്ചത്. ചൊവ്വാഴ്ച 160 രൂപ വർദ്ധിച്ചിരുന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 53,680 രൂപയാണ്. 3 ദിവസം കൊണ്ട് 560 രൂപയാണ് വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,710 രൂപയാണ്. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും പട്ടികവർഗ മേഖലയിൽ നിന്നും മികച്ച വിജയം കൈവരിച്ചവരെയും അനുമോദിക്കുന്ന പുതുക്കാട് മണ്ഡലം മെറിറ്റ് ഡേ 2024 ജൂൺ 9 രാവിലെ 9 മണിക്ക് തലോർ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരിക്കും. 100% വിജയം കൈവരിച്ച മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെയും ഈ അധ്യയന വർഷത്തിൽ റിട്ടയർ ചെയ്ത പ്രധാന അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കുന്നു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ളവർക്കും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരും മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കുമാണ് MLA പുരസ്കാരം നൽകുന്നത്. ഇതിനു പുറമെ 2023-24 വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിച്ച പ്രതിഭകളെയും പുരസ്കാരങ്ങൾ നൽകി അനുമോദിക്കും. പുതുക്കാട് നിയോജക മണ്ഡലത്തിലുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്നും ശേഖരിക്കുന്നതിനാൽ അവർ വിവരങ്ങൾ വീണ്ടും നൽകേണ്ടതില്ല. എന്നാൽ മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളിൽ പഠിക്കുന്നതും മണ്ഡലത്തിലെ താമസക്കാരുമായ വിദ്യാർത്ഥികൾ പേര്, ഫോട്ടോ, മാർക്ക് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് മുഖേന സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8111848550 9497797998 നമ്പറുകളിൽ ബന്ധപ്പെടുക. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രൈമറി അധ്യാപക ഒഴിവിലേക്ക് വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7907237554. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. ആമ്പല്ലൂർ ഊട്ടോളി പരേതനായ പുഷ്പാങ്കദൻ ഭാര്യ രുക്മിണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൃഷ്ണൻകുട്ടി, രാധാമണി, ലക്ഷ്മിഭായ്, അയ്യപ്പൻ എന്നിവർ മക്കളും ലീന, ശിവദാസൻ, മുരളി, പുഷ്കല എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി പുതുശ്ശേരി തളിയപ്പറമ്പിൽ വർഗീസ് ഭാര്യ ഫിലോമിന അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദീപു, ദിവ്യ, ധന്യ എന്നിവർ മക്കളും ഷോബി, ബിജോഷ് എന്നിവർ മരുമക്കളുമാണ്.
ചെങ്ങാലൂർ ചിറയത്ത് പറപ്പൂക്കരക്കാരൻ ഡൊമിനിക് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മറവാഞ്ചേരി മരാശാരി മോഹനൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുഭദ്രയാണ് ഭാര്യ. മേഘ, മനു എന്നിവർ മക്കളും. ബിജു മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈ പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മെഗാ ശുചീകരണം നടത്തി. ശുചീകരണം നടന്നത് വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിന്റെ ഭാഗമായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിന്റെ 9 RTT രൂപീകരിക്കാൻ തീരുമാനം. പാലപ്പിള്ളിയിലും RTT രൂപീകരിക്കും. SFI കൊടകര ഏരിയ സമ്മേളനം വെണ്ടൂരിൽ നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളും വിവിധ പഞ്ചായത്തുകളും സംഘം സന്ദർശിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.